അപ്പോൾ വലിയാകണമെന്നൊരാൾ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് പറയുമ്പോൾ ഏത് പരിശ്രമം, ഏത് കസബ്, ഏത് അധ്വാനമാണ് അതിന്റെ പിന്നിൽ ചെയ്യേണ്ടത് എന്ന് ഒരു ബാഹ്യമായ അറിവ് മാത്രം നേടിയ ഒരാളെ സമീപിച്ചുകൊണ്ട് അന്വേഷിച്ചാൽ അവരൊരു പക്ഷേ പറയുക, നിങ്ങൾ നിസ്കരിക്കുക, ഫർദിനപ്പുറം നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്തിനപ്പുറം നിങ്ങൾ നഫിലുകൾ നിസ്കരിക്കുക. ഇങ്ങനെ क्या कह रहा है अल्लाह? न उसके साथ कोई शरीक है, कोई नहीं है, ना बाप है ना माँ है. लेकिन अल्लाह क्या इरशाद फरमा रहा है? मुझको ना बाप है ना माँ है, ना भाई है ना बहन है, लेकिन मेरे को है. कौन है? मेरा दोस्त है. एक दोस्त का अल्लाह जिक्र नहीं कर रहा है, बल्कि अल्लाह जमा का जिक्र कर रहा है. यहाँ में अला इन्ना औलिया अल्लाह, बेशक ബഹുമാനികളെ, ഈ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരായ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറാൻ സാധിക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതും ചുരുങ്ങിയ വാക്കിൽ അള്ളാഹുതആല നമുക്ക് പറഞ്ഞു തന്നു. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഒന്നാമതായി നാം ഈമാനുള്ളവരായി മാറുക, രണ്ടാമത്തത് തഖ്വയനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെ ഈ തഖ്വയും ഈമാനുമുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറുക. അവർക്ക് പിന്നെ ഭയവും ദുഃഖവുമില്ല. രണ്ടിൽ നിന്നും രക്ഷപ്പെട്ട ജീവിതം അള്ളാഹു തആല അവർക്ക് നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه وذرياته أجمعين. أما بعد فقد قال الله تعالى في شأن حبيبه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. محترم خلفاء کرام و علماء اعظام اور میرے عزیز بزرگوں اور دوستوں، اللہ تبارک و تعالی کا ہم پر بڑا کرم، فضل اور اس کا یہ احسان ہے کہ اس نے ہم گنہگار، بدکار، سیاہ کار بندوں کو اللہ اپنے محبوب دو عالم کے آقا احمد مجتبی محمد مصطفیٰ صلی اللہ علیہ وسلم کی امت بابرکت میں پیدا کیا، اور اس امت میں اللہ نے ہمیں پیدا ہونے کا شرف عظیم عطا فرمایا. الحمدللہ. اور اللہ کا ہم پر یہ مزید کرم، فضل اور اس کا یہ احسان ہوا کہ آج ایک ایسے دور سے ہم گزر رہے ہیں جہاں پر لوگ ہمارے عقیدوں کو بگاڑتے ہیں. ایسے بدعقیدگی کے دور میں اللہ تعالی ہمیں صحیح العقیدہ کی صحبتوں میں اور ان کی یاد میں جمع ہونے کی اللہ نے ہمیں توفیق عطا فرمائی ہے. اس کا مطلب یہ ہے کہ اللہ تعالی ان کی صحبتوں میں جب ہمیں بٹھایا ہے تو اگر ہم اپنے عقیدوں کی اگر اصلاح کر لیں گے تو انشاءاللہ اللہ کے محبوب بندوں کے فہرست میں اللہ ہم اور آپ کو شریک فرمائے گا. വന്യരായ ഖുലഫാ നേതാക്കളെ, പ്രഗത്ഭരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് പാപികളായ ദോഷികളായ നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെ വിശ്വാസങ്ങളെ, അഖീദകളെ തകരാറാക്കുന്ന പല ദുശക്തികളും
നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ശരിയായ വിശ്വാസത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ സഹവാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അങ്ങനത്തെ മഹാന്മാരുടെ ഓർമ്മയിലായി അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടി. ഈ മഹത്തായ സന്ദർഭങ്ങളിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ശരിയാക്കാനുള്ള ഒരു അവസരമാണ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനിച്ചിട്ടുള്ളത്. اور اللہ کا ہم پر یہ مزید کرم فضل اور اس کا یہ احسان ہوا کہ اللہ تعالی ہم اور آپ کو آج اپنے ایک محبوب بندے، اپنے ایک دوست حضرت ابراہیم خلیل اللہ شاہ علیہ رحمت و رضوان کے عرس شریف کے موقع پر جمع ہونے کی توفیق عطا فرمائی ہے. حاضرین اکرام، آج اللہ تعالی ہم کو جس محبوب کی یاد میں جمع کیا ہے یہ کوئی تعریف کے محتاج نہیں ہے، بلکہ اللہ تعالی نے آپ کو مقام اور مرتبہ عطا کیا ہے جو ہم سب جانتے ہیں. اللہ کا ہم پر بڑا کرم ہے، جب اللہ ہم کو ایسے ولی کی یاد میں جب ہمیں جمع کیا ہے تو ہم اور آپ کو چاہیے کہ ہم اس ولی کو دیکھ کر اگر ہم اپنی بھی زندگی اگر اس طرح گزاریں گے تو انشاءاللہ اللہ تعالی ہم پر بھی رحم اور فضل فرمائے گا اور ہم کو بھی اپنے محبوب بندوں کی فہرست میں شامل فرمائے گا. ബഹുമാനികളെ, അല്ലാഹു തആല അവന്റെ ഫضل കൊണ്ട് ഇന്ന് നാം ഏവരെയും അല്ലാഹുവിന്റെ മെഹബൂബായ ഒരു പ്രത്യേക അടിമ ബഹുമാനപ്പെട്ട ഹദ്റത്ത് ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉർസ് ആഘോഷിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാനവറുകളെ നമുക്കാർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഏതൊരു ഉന്നതമായ സ്ഥാനത്തിനും മഹത്വത്തിനും അല്ലാഹു തആല അവരെ അവകാശിയാക്കിയെന്ന് നമുക്ക് ഓരോരുത്തർക്കും നന്നായി അറിയാവുന്നതാണ്. നാം ഇന്ന് അവരുടെ ഉറുസിന്റെ ഈ മഹത്തായ സദസ്സിൽ അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ എപ്രകാരമുള്ള ജീവിതമാണ് ആ മഹാനവറുകൾ ജീവിച്ചതെങ്കിൽ ആ ജീവിതം നാം മുന്നിൽ കണ്ടുകൊണ്ട് അതുപോലത്തെ ഒരു ജീവിതം നയിക്കാൻ നമ്മളും പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضل കൊണ്ട് നമ്മളെയും അവന്റെ മെഹബൂബികളുടെ കൂട്ടത്തിൽ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. حاضرین اکرام، آپ کی زندگی پر اگر ہم روشنی ڈالیں ہم کو پتا چلے گا کہ آپ کی زندگی کیسے گزری ہے. آپ کو بچپن ہی سے علماء دین سے تعلق تھا، اللہ والوں سے تعلق تھا. آپ نے دین کے علم کو حاصل کیا، علم ظاہر کو حاصل کیا، علم کو حاصل کیا. ایک وقت آیا علم ظاہر کے ساتھ ساتھ وہ علم باطن پر بھی وہ ترجیح دیے. علم باطن کو حاصل کرنے کے لیے وہ اولیاء سے رجوع ہوئے، اللہ والوں سے رجوع ہوئے، لیکن ان کی علم کی پیاس بجھی نہیں. ولی بدلتے گئے، اللہ والے بدلتے گئے، کسی سے پیاس نہیں بجھی. آخر میں ہمارے اور آپ کے آقا حضرت نوری علیہ رحمت و رضوان کے صحبت اختیار کیے، اللہ نے اس پیاس کو بجھا دیا. بزرگوں، یہ مقام اور مرتبہ جو آپ کو ملا ہے یہ صرف علم ظاہر کے سیکھنے کی وجہ سے نہیں بلکہ علم باطن کو وہ حاصل کیے، ایک اللہ والے کی صحبت اختیار کیے. وہ اپنی زندگی جب تک گزارے وہ اپنی شیخ کی صحبت اختیار کیے، علم حاصل کیے، ان کی تربیت میں رہے. جب اپنے شیخ کا وصال ہو گیا، شیخ کے جانشین کے ساتھ اپنی زندگی کو گزارے اور آخری وقت تک خلیفہ بن کر اس سلسلے کی خدمت کرتے ہوئے اس دنیا سے آپ بھی رخصت فرمائے ہیں. بزرگوں، ہم کو اور آپ کو بھی چاہیے
कि जिस तरह इल्म जाहिर के साथ साथ ये इल्म बातिन को एक अल्लाह वाले की सोहबत में बैठकर हासिल किए हैं, जिसकी वजह से अल्लाह ने ये मकाम और मर्तबा अता किया है, हम और आपको भी चाहिए कि हम भी एक वली की तलाश करते हुए, हम भी एक वली की सोहबत इख्तियार करते हुए इल्म बातिन को अगर हम हासिल करेंगे तो इंशाअल्लाह अल्लाह हमें भी ये मकाम और मर्तबा अता फरमाएगा। ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം ഖലീലുല്ലാ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവര് ചെറുപ്രായം മുതൽ തന്നെ ദീനിന്റെ അഹലുകാരായ മഹാന്മാരോട് സഹവസിച്ചുകൊണ്ട് ജീവിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അവര് ദീനിന്റെ ലാഹിരിയായ ഇൽമ് പഠിച്ച് മനസ്സിലാക്കി അതില് ഒരു ഉന്നതമായ അവസ്ഥ കരസ്ഥമാക്കി. പക്ഷേ ലാഹിരിയായ ഇൽമ പഠിച്ചതുകൊണ്ടും അവർ മതിയാക്കിയില്ല. അവര് ആത്മീയമായ ആന്തരീയമായ അറിവുകൾ നേടുന്നതിനു വേണ്ടി ഔലിയാക്കളെ അന്വേഷിച്ച് പുറപ്പെടുകയും വ്യത്യസ്തങ്ങളായ പല മഹാന്മാരുമായി അവർ ബന്ധപ്പെടുകയും അവരിലൂടെയൊക്കെ തന്റെ ആത്മീയമായ ആ ദാഹം തീർക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തെങ്കിലും പല ഔലിയാക്കളുമായി ബന്ധപ്പെട്ടെങ്കിലും അവരിൽ നിന്നൊന്നും അവരുടെ ദാഹം, ആ ഇൽമിന്റെ ആത്മീയ വിജ്ഞാനത്തിന്റെ ദാഹം ശമിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് അവര് നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട നൂരി അലൈഹി റഹ്മ മഹാനവറുകളുമായി ബന്ധപ്പെടുകയും അവരുടെ സിൽസിലയിൽ പ്രവേശിച്ചുകൊണ്ട് അവരുടെ സഹവാസത്തിലായി മുന്നേറുകയും ചെയ്തപ്പോൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്ന ആത്മീയ വിജ്ഞാനത്തിന്റെ ആ ദാഹത്തിന് ശമനം കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ ആ ആത്മീയ നിർവൃതി നേടിക്കൊണ്ട് നിരന്തരമായി തന്റെ ശൈഖിന്റെ സഹവാസത്തിലായി അവർ ഈ ലോകത്തു നിന്ന് വിട പറയുന്നത് വരെ അവരോട് സഹവസിച്ചുകൊണ്ടും അവരുടെ തെർബിയത്തിലായിക്കൊണ്ടും അവരിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കി ഉന്നതമായ ഖിലാഫത്ത് നേടിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുല്ലാ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ചത്. ഷെയ്ഖിന്റെ വിസാലിന് ശേഷവും അവർ അവരുടെ പ്രയത്നവും അധ്വാനവും അവസാനിപ്പിച്ചില്ല. ഷെയ്ഖിന്റെ ജാനശീനുമായി അതേ ബന്ധം നിലനിർത്തിക്കൊണ്ട് അവർ അവരുടെ തർബീയത്തിലും തഅലീമിലുമായി മുന്നേറുകയും ജനങ്ങൾക്ക് ഈ ദീനിന്റെ അറിവ് എത്തിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനത്തിലായി തങ്ങളുടെ അവസാന ശ്വാസം വരെ അവര് നിർവഹിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഹദ്റത്ത് ഇബ്രാഹിം ഖലീലുല്ലാ ഷാ മഹാനവർകൾ. നാം ഇന്ന് അവരെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല എപ്രകാരം അവർക്ക് ഈ സ്ഥാനങ്ങളും മഹത്വങ്ങളും നൽകിയോ, ഈ സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടിയത് അവരഥവാ ബാഹ്യമായ അറിവുകൊണ്ട് മാത്രം മതിയാക്കുകയാണെങ്കിൽ അതിലൂടെ ലഭിച്ച ഒന്നല്ല, മറിച്ച് അവര് ഈ ബാഹ്യമായ അറിവുകളൊക്കെ നേടിയതിനപ്പുറം അള്ളാഹുവിന്റെ സ്വന്തക്കാരായ മഹാന്മാരോട് സഹവസിച്ച് ഇർഫാനിന്റെ ഇൽമ് കരസ്ഥമാക്കി മുന്നേറിയപ്പോഴാണ് അവർക്ക് ഈ സ്ഥാനവും മഹത്വവും ഒക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നാമും നമ്മുടെ ആത്മീയമായ ശുദ്ധീകരണത്തിന് ആവശ്യമായ ബാഹ്യമായ അറിവുകൾക്കപ്പുറം ആത്മീയമായ അറിവുകൾ കൂടി നൽകുന്നവരാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അങ്ങനെ ലഭിച്ചവരുണ്ടെങ്കിൽ അവരോട് സഹവസിച്ചുകൊണ്ട് ആ ഇൽമ് മനസ്സിലാക്കി അതിന്റെ പ്രവർത്തനങ്ങളിലായി മുന്നേറുകയും ചെയ്താൽ അല്ലാഹു തആല ഈ മഹാനവറുകൾക്ക് ഏതൊരു ഉന്നതമായ വിലായത്തിന്റെ സ്ഥാനം നൽകി അനുഗ്രഹിച്ചോ അതുപോലെ അല്ലാഹു തആല നമ്മയും അവന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. बुजुर्गों और दोस्तों, जब हम ऐसे वली की बारगाह में इनकी याद में जब अल्लाह हमको बिठाया है तो हम और आप ये दुआ मांगे अल्लाह से, ऐ अल्लाह ऐसे वली की याद में तू मुझे बिठाया है तो इस वली के वसीले से मुझे भी तेरा महबूब बंदों की फहरिस्त में शामिल फरमा, औलिया की फहरिस्त में शामिल फरमा। हाजिरीन इकराम, इस दुनिया से जब हम जाएंगे, मर जाएंगे, कोई चीज काम नहीं आएगी। बुजुर्गों, न तुम्हारी दौलत, न तुम्हारी औलाद, न तुम्हारी इज्जत, न तुम्हारी शोहरत, न तुम्हारे माँ बाप, कोई चीज काम आने वाले नहीं है। अगर कोई चीज काम आने वाली है खबर में तो तुम्हारा ईमान काम आने वाला है।
बुजुर्गो अल्लाह से ताल्लुक तुम्हारा काम आने वाला है। बुजुर्गो अल्लाह से तुम्हारा राबता तुम्हें काम आने वाला है। अल्लाह की दोस्ती तुम्हारे काम आने वाली है। तो आंख बंद होने से पहले हम ये कोशिश करें कि मैं भी अल्लाह का दोस्त बन जाऊं, अल्लाह का महबूब बंदा बन जाऊं। अगर हम बन जाएंगे तो इंशाअल्लाह अल्लाह आज इन्हें जो मकाम अता किया है, अल्लाह हमको भी मरने के बाद ये मकाम और मर्तबा, मरने से पहले भी मरने के बाद भी अल्लाह हमें अता फरमाएगा। ബഹുമാനികളെ, നാം ഈ സദസ്സിലിരിക്കുമ്പോൾ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവെ, നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹൽ വ്യക്തിത്വത്തെ, ഈ മഹാനവറുകളെ നീ എപ്രകാരം നിന്റെ മെഹബൂബായി തെരഞ്ഞെടുത്തോ, അള്ളാഹുവെ സാധുവായ എന്നെയും നിന്റെ മെഹബൂബിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നുള്ള ദുആയിലായിരിക്കണം നാം ഈ സദസ്സിൽ സമ്മേളിക്കേണ്ടത്, ഇരിക്കേണ്ടത്. ബഹുമാനികളെ, നാമൊക്കെ ഈ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് പാരത്രിക ജീവിതത്തിലേക്ക് നടന്നു നീങ്ങേണ്ടവരാണ്. ആ പാരത്രിക ജീവിതത്തിലേക്ക്, ആഖിറത്തിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല, അത് നമുക്ക് ഉപകരിക്കുകയില്ല. നാം ഈ ദുനിയാവിൽ വെച്ച് നേടിയ നമ്മുടെ പ്രശസ്തിയോ അന്തസ്സോ അഭിമാനമോ ഇതൊന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സന്താനങ്ങളോ നമുക്ക് ഗുണകരമായി നമ്മോടൊപ്പം കാണുകയില്ല. ആ ആഖിറത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നെത്തുമ്പോൾ അവിടെ നമുക്ക് ഉപകാരം ചെയ്യുന്നവര് വസ്തു ഉണ്ടെങ്കിൽ അത് ഈമാന്, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം മാത്രമാണ്. ആ ബന്ധം എങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടത്? അത് നാം ശരിപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ ദുനിയാവിൽ വെച്ച് അധ്വാനിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുമായി ഉണ്ടാക്കിയ നമ്മുടെ ആ ബന്ധം, ആ ഈമാന് ദുനിയാവിൽ ഏതുവരെ നാം ജീവിക്കുന്നുവോ ആ കാലം മുഴുവനും നമ്മെ സഹായിക്കുകയും നമുക്ക് ഉപകരിക്കുകയും ചെയ്യും. നാം ഇവിടെ നിന്ന് മറഞ്ഞാലും ആ ലോകത്തിലെത്തുമ്പോഴും അത് നമ്മളെ കൈവിടുകയില്ല, അത് നമ്മെ സഹായിക്കുകയും അത് നമുക്ക് ഉപകരിക്കുകയും ചെയ്യുന്നതാണ്. बुजुर्गो, वली कैसे बनते हैं? वली दो तरह के हैं, एक विलायत वहबी है तो दूसरा विलायत कसबी है। विलायत वहबी जो है अल्लाह ताला हर किसी को अता नहीं करता। अल्लाह ताला कुछ बंदों को चुन लिया है, उनको अल्लाह विलायत वहबी अता करता है, जो माँ पेट अल्लाह वली बनाकर पैदा करता है। लेकिन कसबी का जो दरवाजा है अल्लाह ताला बंद नहीं किया है, बल्कि क़यामत तक वो दरवाजा खुला हुआ है। बुजुर्गो, कसबी कैसे? तो कोशिश करके, मेहनत करके जो वली बनते हैं उसको कसबी कहते हैं। वहबी वली, माँ पेट वली, ये हर किसी को अल्लाह नहीं बनाता है। जैसे हुजूर गौसुल आजम को अल्लाह ने बनाया, पैदा हुए माँ पेट से, आप वली बनकर पैदा हुए। बुजुर्गो, कसब से हम वली बनने की हम कोशिश करें। हमारे किस्मत में अल्लाह वहबी लिखा या नहीं लिखा हमें नहीं मालूम, हम ये कोशिश करें कि हम कसब करें। हमारे अंदर कभी ये कैफियत पैदा नहीं होना, अल्लाह बनाना है तो बनाए वरना मैं तो नहीं बनूंगा। बुजुर्गो, ये कैफियत हमारे अंदर पैदा ना हो, और हमारे अंदर शैतान ये पैदा करता है मैं कैसा वली बनूंगा, मैं तो बड़ा गुनहगार हूँ, मैं अल्लाह की नाफरमानी में जिंदगी बसर करने वाला हूँ, मैं कोशिश करूंगा तो अल्लाह कैसा अपना दोस्त बनाएगा। याद रखना बुजुर्गो, वो सहाबा जिसका नाम लेते ही हमारे ऊपर ये मामला है, हमारा ये मामला है, रज़ी अल्लाह अन्हु कहते हैं, उनकी जिंदगी को देखे। बुजुर्गो, माँ पेट वली बन के पैदा नहीं हुए, बल्कि वो जब पैदा हुए तो काफिर घराने में पैदा हुए, मुशरिक घराने में पैदा हुए। जब वो बड़े हुए तो गुनाह करते हुए बड़े हुए। बुजुर्गो, जब वो जिंदगी बसर कर रहे थे तो गुनाह करते हुए जिंदगी बसर कर रहे थे, शराब नोशी करते थे, बुजुर्गो जिना करते थे, बुजुर्गो अपनी औलाद को जिंदा दरगोर करते थे। लेकिन जब अल्लाह ने उन्हें हिदायत देना चाहा, जब वो कोशिश किए, मेहनत किए, अल्लाह ने उन्हें क्या कहा, रज़ी अल्लाह अन्हुम व रज़ू अन्हु। बुजुर्गो, अगर हम भी अगर कोशिश करेंगे तो इंशाअल्लाह अल्लाह हमें भी औलिया की फहरिस्त में शामिल फरमाएगा। ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഒരു വലിയന്റെ ഓർമ്മയിലായി ഒരുമിച്ച് കൂടിയ നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മളും ഒരു വലിയായി മാറാനാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി മാറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വലിയന് രണ്ട് ഇനങ്ങളാണുള്ളത്. ഒന്ന് വഹബിയായ വലിയ, മറ്റൊന്ന് കസബിയായ വലിയ.
വഹബിയായ വലി എന്ന് പറഞ്ഞാൽ അധ്വാനമൊന്നും കൂടാതെ തന്നെ അല്ലാഹു തആല അവന്റെ അനുഗ്രഹത്താൽ ജന്മനാ അവരെ അള്ളാഹുവിന്റെ വലിയാക്കിക്കൊണ്ടാണ് ജനിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തതായ ഔലിയാക്കൾ, അങ്ങനെ ഔലിയാക്കളുടെ ഒരു ഇനമുണ്ട്. എപ്രകാരം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാര് അവർ ജനിച്ചപ്പോൾ തന്നെ വലിയായിക്കൊണ്ടാണ് ഈ ലോകത്ത് ജനിച്ചു വീണത്. പിന്നെ അവർ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ അവർ ജന്മനാ തന്നെ വഹബിയായ നിലക്ക് തന്നെ വലിയായിരുന്നു. എന്നാൽ ജന്മനാ അല്ലാഹു തആല ഒരാളെ വലിയാക്കിയെങ്കിലേ വലിയാവൂ, ആ ഒരു ഇനം മാത്രമേ ഉള്ളൂ എന്നല്ല. അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെയും അല്ലാഹു തആല ജനങ്ങളെ തന്റെ വലിയാക്കി മാറ്റുന്നതാണ്. പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെയും അല്ലാഹു തആല വലിയാക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് നാം ഒക്കെ വഹബിയായ വലിയായി അള്ളാഹു നമ്മളെ എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതുകൊണ്ട് നാം ഒരിക്കലും മനസ്സിലാക്കി പോകരുത്, എനിക്കിനി ഒരിക്കലും വലിയാകാൻ പറ്റുകയില്ല, ഞാൻ എങ്ങനെ വലിയാകാനാണ്, അള്ളാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ ആക്കിക്കൊള്ളട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കേണ്ടതില്ല. നാം അഥവാ അള്ളാഹുവിന്റെ വലിയാകണമെന്ന് ഉദ്ദേശിക്കുകയും അതിനുവേണ്ട പരിശ്രമമേതോ അധ്വാനമേതോ അതതിന്റെ നിലപാടിൽ നാം നിർവഹിക്കുകയും ചെയ്താൽ ആ പരിശ്രമത്തിലൂടെയും അല്ലാഹു തആല നമ്മളെ അവന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നതുപോലെ തന്നെ നാം അള്ളാഹുവിന്റെ വലിയായി മാറണം എന്നുള്ള ഈ കൽപ്പന നമ്മുടെ മുന്നിൽ വരുമ്പോൾ പലപ്പോഴും ശൈത്താന് പിശാചി നമ്മുടെ ഉള്ളിൽ ചിന്തയും വസ്വാസും ഉണ്ടാക്കും. നീ എങ്ങനെ അള്ളാഹുവിന്റെ ഒരു വലിയായി മാറാനാണ്? നീ വലിയ ദോഷിയാണ്, പാപിയാണ്, ഇത്ര കണ്ട് കുറ്റം ചെയ്ത് ജീവിക്കുന്ന നിനക്കെങ്ങനെ എങ്ങനെയെങ്കിലും അള്ളാഹിന്റെ സ്വന്തക്കാരനോ വലിയായോ മാറാൻ സാധ്യമാവുമോ? നിനക്കൊരിക്കലും അള്ളാഹുവിന്റെ വലിയാകാൻ പറ്റുകയില്ല എന്നുള്ള തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഏത് പ്രായപരിധി എത്തിയവരായാലും ശരി, ജീവിതത്തിൽ എത്ര ദോഷങ്ങൾ ചെയ്തവരായാലും ശരി, അതിൽ നിന്നൊക്കെ മടങ്ങിക്കൊണ്ട് ഞാൻ ഒരു വലിയാവാൻ ഉദ്ദേശിക്കുകയാണെന്ന തീരുമാനമനുസരിച്ച് അതിന്റെ അനുസരിച്ചുള്ള അധ്വാനവും പരിശ്രമത്തിലൂടെ നമ്മൾ മുന്നേറിയാൽ നമുക്ക് നിരാശരാകേണ്ട ആവശ്യമില്ല. നമ്മളെയും അല്ലാഹു തആല അവന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കൾ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനത്ത് നിലകൊള്ളുന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ. അവരിൽ നിന്ന് ആരുടെയെങ്കിലും പേര് നമ്മുടെ മുമ്പിൽ പറയപ്പെട്ടാൽ നമ്മളൊക്കെ റളിയല്ലാഹു അൻഹും, അല്ലാഹു തആല അവരെ കൊണ്ട് തൃപ്തിപ്പെടട്ടെ, അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. ഇത്രയും ഉന്നത സ്ഥാനമർഹിക്കുന്ന ആ സഹാബത്തിന്റെ ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചാൽ അവർ ജന്മനാ വലിയായവരല്ല പലരും അവരുടെ കൂട്ടത്തിലുള്ളത്. പലരും കാഫിറും മുശ്രിക്കുമായി കൊണ്ടാണ് ജനിച്ചിട്ടുള്ളത്. കാഫിരീങ്ങളുടെ മുശ്രിക്കുകളുടെ വീട്ടിലാണ് അവർ ജനിച്ചത്. അവർ വളർന്നപ്പോൾ വിഗ്രഹാരാധന മുതൽ ഏതെല്ലാം തെറ്റുകളുണ്ടോ അങ്ങനത്തെ പല തെറ്റുകളും, മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും എന്നതുപോലെ തന്നെ സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചുമൂടുകയും ഒക്കെ ചെയ്ത ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവർ അതിൽ നിന്ന് മടങ്ങുകയും ഒരു വലിയാകാൻ ആവശ്യമായ ഈമാനികമായ കോഴ്സ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അവർ ഹാജരാവുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹവാസം സ്വീകരിച്ചതോടുകൂടി അള്ളാഹു തആല അവരെ ഔലിയാക്കളുടെ ഏറ്റവും ഉന്നതന്മാരാക്കി മാറ്റി. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു തആല അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരും അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ഉന്നതമായ സ്ഥാനത്തിന് അവരെ അവകാശികളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? നാം ഒരിക്കലും തന്നെ നിരാശരാകേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല നമ്മളോടും ആവശ്യപ്പെടുന്നത് നമ്മളൊക്കെ അവന്റെ സ്വന്തക്കാരായ ഔലിയാക്കളായി മാറണം, ജീവിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. നമുക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല എന്ന് നാം ധരിച്ചു പോകേണ്ടതില്ല. കസബിയായ നിലക്ക് അള്ളാഹുവിന്റെ വലിയാകാൻ ആവശ്യമായ പരിശ്രമമേതോ ആ പരിശ്രമം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ അള്ളാഹു തആല നമ്മളെയും അവന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവന്റെ സ്വന്തക്കാരാക്കി മാറ്റുന്നതാണ്. बुजुर्गों और दोस्तों, हम कोशिश करें, हम कसब करें. अगर हम कसब करेंगे तो इंशाअल्लाह अल्लाह फजल फरमाएगा सदक़े में मोहम्मदुर रसूलुल्लाह के. अल्लाह हमको औलिया की फहरिस्त में शामिल फरमाएगा. बुजुर्गों, हम कसब करते हैं. अब कसब करने के लिए कोई आलिम के पास जाएंगे, पूछेंगे मैं कसब कर रहा हूँ अल्लाह का वली बनने के लिए, क्या कसब करूं, क्या कोशिश करूं? कहता है नमाजें पढ़ो, रोजे रखो, ज़कात दो, हज को जाओ, नमाजें फर्ज पढ़ो, सुन्नत पढ़ो, नवाफिल पढ़ो, वितर पढ़ो. अगर तुम पढ़ोगे अल्लाह के वली बन जाओगे. बुजुर्गों, वली
बनने के लिए अल्लाह सिर्फ नमाज, रोजा, ज़कात, हज, फर्ज, सुन्नत, वाजिब, नफिल पढ़ने का अल्लाह हमें हुक्म नहीं दिया है। अल्लाह ताला वली बनने के लिए कुरान में उसका कोर्स बताया है। अगर तुम इस तरह अगर करोगे, मैं तुम्हारा दोस्त बन जाऊंगा, तुम मेरे दोस्त बन जाओगे। बुजुर्गो, जिस तरह कुरान में, हदीस में मोहम्मदुर रसूलुल्लाह बयान कर रहे हैं, अगर हम उस तरह अगर हम उसको जान कर अगर उसको अपनी अमली जामा अगर पहनाएंगे, कोशिश करेंगे उस पर, तो अल्लाह ताला फजल फरमाएगा, अल्लाह हमको अपने दोस्तों की फहरिस्त में शामिल फरमाएगा। ബഹുമാനികളെ, നാം അധ്വാനിക്കാൻ തയ്യാറാവുക, നാം പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ വലിയാകാൻ ആവശ്യമായ പരിശ്രമത്തിലൂടെ നമ്മൾ മുന്നേറിയാൽ അള്ളാഹു തആല നമ്മുടെ മേൽ ഫളൽ ചെയ്യും. അവന്റെ ഫളലിനാൽ അള്ളാഹു തആല അവന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വലിയാകണം എന്നൊരാൾ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് പറയുമ്പോൾ ഏത് പരിശ്രമം, ഏത് കസബ്, ഏത് അധ്വാനമാണ് അതിന്റെ പിന്നിൽ ചെയ്യേണ്ടത് എന്ന് ഒരു ബാഹ്യമായ അറിവ് മാത്രം നേടിയ ഒരാളെ സമീപിച്ചുകൊണ്ട് അന്വേഷിച്ചാൽ അവരൊരു പക്ഷേ പറയുക, നിങ്ങൾ നിസ്കരിക്കുക, ഫർദിനപ്പുറം നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്തിനപ്പുറം നിങ്ങൾ നഫിലുകൾ നിസ്കരിക്കുക, ഇങ്ങനെ ഏതൊക്കെ നിസ്കാരങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ നിർവഹിക്കുക, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, ഫർദിനപ്പുറം സുന്നത്ത് നോമ്പുകൾ നിങ്ങൾ പൂർത്തിയാക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് കൊടുക്കുക, ഇങ്ങനെ ധാരാളം കൽപ്പനകളും പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വലിയായി മാറാൻ സാധിക്കുമെന്നായിരിക്കും ഒരു പക്ഷേ അവർ നിങ്ങളെ ഉപദേശിക്കുക. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക എന്നുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെയാണ്, അതിന്റെ വർധനവ് കൊണ്ട്, അതിന്റെ നൗഫിലുകളെ കൊണ്ടാണ് ഒരാൾ വലിയായി മാറുക എന്നുള്ള ഒരു തീരുമാനമല്ല അല്ലാഹു തആല നമ്മളെ മുന്നിൽ അറിയിച്ചിട്ടുള്ളത്. മറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു വലിയായി മാറാൻ അല്ലാഹു തആല അവന്റെ കലാമിലൂടെ അതിനൊരു കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ കോഴ്സ് ഏതാണ്? ആ കോഴ്സ് നാം ശരിക്കും പൂർത്തീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെയും അവന്റെ ഫضل കൊണ്ട് ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. बुजुर्गो, अल्लाह ताला अपने कलाम में, कुरान मजीद में क्या इरशाद फरमा रहा है? अला इन्ना औलिया अल्लाहि ला खौफुन अलैहिम वला हुम यहज़नून। अला इन्ना औलिया अल्लाह, आगाह हो जाओ, इन्ना बेशक, आगाह हो जाओ, बेशक अल्लाह के औलिया कौन होते हैं, उनकी खासियत क्या है? ला खौफुन अलैहिम वला हुम यहज़नून, उनको ना खौफ है ना हुज़्न है। जरा गौर करना मेरे दोस्त, यहाँ पर हम जरा गौर और फिक्र करें तो हमको पता चलेगा अल्लाह कौन। अल्लाह खालिक व मालिक है हमारा। बुजुर्गो, कैसा खालिक व मालिक है? बुजुर्गो, ना उसके साथ कोई है, बुजुर्गो ना उससे कोई जुटा हुआ है, कोई नहीं है, वो अकेले तन्हा है, वो वाहिद है, उसके सिवा कोई नहीं है। वो परवरदिगार ऐसा है, ना उसका बाप है ना उसकी माँ है, उसकी बहन है ना उसका भाई है, ना उसकी बीवी है ना उसकी औलाद है। कैसा है? कुल हुवल्लाहु अहद, वो एक है, तन्हा है, लम यलिद व लम यूलद, ना उसका बाप है ना उसकी माँ है, लम यकुल लहू कुफुवन अहद। क्या कह रहा है अल्लाह? ना उसके साथ कोई शरीक है, कोई नहीं है, ना बाप है ना माँ है। लेकिन अल्लाह क्या इरशाद फरमा रहा है? मुझको ना बाप है ना माँ है, ना भाई है ना बहन है, लेकिन मेरे को है, कौन है? मेरा दोस्त है। एक दोस्त का अल्लाह जिक्र नहीं कर रहा है, बल्कि अल्लाह जमा का जिक्र कर रहा है यहाँ में। अला इन्ना औलिया अल्लाह, बेशक अल्लाह के औलिया है, दोस्त है अल्लाह के। ना बाप है उस रब को, ना माँ है, कोई नहीं है, लेकिन उस रब को, उसके दोस्त तो है। बुजुर्गो, उसके दोस्तों की फहरिस्त में अपने नाम को शामिल करने की कोशिश करे। अगर हम उसके दोस्तों में अपने नाम को शामिल कर लेंगे, अल्लाह ताला बड़े बड़े नेमतों से हम और आपको मालामाल फरमाएगा। ബഹുമാനികളെ, അല്ലാഹു തആല അവന്റെ ഔലിയാക്കൾ ആരാണ്, ആ വലിയിനുള്ള കോഴ്സ് എന്താണ് എന്നുള്ളത് ഖുർആനിലൂടെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഉണരണം, നിങ്ങൾ ജാഗ്രതരാകണം, അറിയണം. ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയവുമില്ല, അവർ ദുഃഖിക്കുന്നവരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനികളെ, ഇവിടെ
ഈ ആയത്തില് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നാം ആലോചിക്കേണ്ടതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു? അള്ളാഹു നമ്മുടെയും ഈ മൊത്തം പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാണ് അള്ളാഹു. ഈ മുഴുവൻ ലോകത്തിന്റെയും ഉടമസ്ഥനാണ് അള്ളാഹു. ആ അള്ളാഹു അവൻ ഏകനാണ്. അവനോട് തുല്യമായവൻ മറ്റൊരുത്തനുമില്ല. അവന് മാതാപിതാക്കളില്ല, അവന് സന്താനങ്ങളില്ല, അവന് സഹോദര സഹോദരിമാരില്ല. അവന് എല്ലാത്തിനെ തൊട്ടും പരിശുദ്ധമായവനാണ്. അവനോട് തുല്യരായ ലോകത്തൊരാളും തന്നെയില്ല. അള്ളാഹു അവന്റെ ദാത്ത് അള്ളാഹു തല പരിചയപ്പെടുത്തി, ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അവന് ലം യലിദ് വലം യൂലദ്, അവന് മാതാപിതാക്കളോ അവന് മക്കളോ ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യരായി കൊണ്ട് ഒരാളും തന്നെയില്ല. ഇങ്ങനെ തുല്യതയില്ലാതെ ഏകനായ വാപ്പയോ ഉമ്മയോ ആരും അവനില്ല. അള്ളാഹു തആലക്ക് വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും അള്ളാഹു തആല പറയുന്നു, അള്ളാഹു തആലക്ക് സുഹൃത്തുണ്ട്. ഒരു സുഹൃത്തല്ല, പല സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു തആല ഇങ്ങനെ സൃഷ്ടികൾക്കുള്ള സർവത്തിനെ തൊട്ടും പരിശുദ്ധനായ ആ അള്ളാഹു ഈ ആയത്തിലൂടെ അവന് സുഹൃത്തുക്കളുണ്ട്, അവന് ഔലിയാക്കളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒരു സുഹൃത്തല്ല, ബഹുവചനമാണ് അള്ളാഹു തആല പ്രയോഗിച്ചത്. ഔലിയ അള്ളാഹ്, അള്ളാഹുവിന്റെ സുഹൃത്തുക്കൾ. അപ്പൊ അള്ളാഹു തആല ഈ ലോകത്തിന്റെ സൃഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹു അവന് ചില സുഹൃത്തുക്കളുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത് ആ സുഹൃത്തുക്കളുടെ കൂട്ടത്തില് ഈ പാപിയായ എനിക്ക് എങ്ങനെ ഉൾപ്പെടാൻ പറ്റും, അതിന് വല്ല മാർഗവുമുണ്ടോ, ഇത് നാം അന്വേഷിക്കുകയും അതിനുവേണ്ടി നാം ചിന്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. बुजुर्गो, अल्लाह क्या इरशाद फरमा रहा है? ना मेरे को बाप है ना माँ है, लेकिन मेरे पास अगर कोई है, मेरे साथ अगर कोई है तो मेरे दोस्त है। बुजुर्गो, मुझको दोस्त है। हम ये कोशिश करें कि उन दोस्तों की फहरिस्त में अपने नाम को शामिल करें। अब जरा अंदाजा लगाए, दोस्त कौन है? जमादात नहीं है, नबातात नहीं है, हैवान नहीं है, बल्कि इंसान को अल्लाह अपना दोस्त बनाया। इंसान को अल्लाह ने अपना दोस्त बनाया। जरा गौर और फिक्र करें मेरे दोस्त किसको बनाते हैं हम आम जरा अपनी जिंदगी को देखिए, पता चलेगा। हम किसी को दोस्त बनाते हैं, हम मकाम को अपना दोस्त बनाते हैं। बुजुर्गों, इक्वल आदमी को अपना दोस्त बनाते हैं। उसका जो मकाम है, अगर वो हमारा मुकाम है तो उसको हम अपना दोस्त बनाते हैं। लेकिन अल्लाह किसको दोस्त बना रहा है? बुजुर्गों, अल्लाह के कोई बराबर नहीं है, अल्लाह के मकाम के कोई बराबर नहीं है। कौन है? एक नुत्फा है। बुजुर्गों, कोई हकीकत नहीं है उसकी। बुजुर्गों, उसको अपना दोस्त अल्लाह बना रहा है। बुजुर्गों, नाज करो हम पर, अपने आप पर कि अल्लाह मुझको अपना दोस्त बना रहा है। बुजुर्गों, कब दोस्त बनाता वो? कब वो रब हमें दोस्त बनाता है? इस पर ईमान लाने से वो अपना दोस्त नहीं बनाता। मैं अल्लाह की दोस्ती पर ईमान लाया हूँ। अल्लाह कभी दोस्त नहीं बनाता है। बुजुर्गों, वो बंदा उस चीज पर ईमान लाता है। मैं मुर्दा हूँ, बुजुर्गों, खुद के मुर्देपन पर वो ईमान लाता है। बुजुर्गों, मैं बहरा हूँ, खुद के बहरेपन पर वो ईमान लाता है। मैं सुनने वाला नहीं हूँ, खुद के नहीं सुनने पर वो ईमान लाता है। खुद के नहीं देखने पर वो ईमान लाता है। बुजुर्गों, खुद के जाहिल होने पर वो ईमान लाता है। बुजुर्गों, खुद के लंगड़े होने पर, माजूर होने पर वो ईमान लाता है। बुजुर्गों, जब इस पर ईमान जब बंदा लाता है, अल्लाह क्या कहता है? तू कुछ नहीं होकर भी तू मेरा है, तू कुछ नहीं होकर भी मेरा है। अगर हम हयात पर अगर ईमान लाएंगे, मैं जिंदा हूं अगर हम इस पर ईमान लाएंगे, मैं सुनने वाला हूं अगर हम इस पर ईमान लाएंगे, मैं बोलने वाला हूं, मैं कहने वाला हूं, अगर हम इस पर ईमान लाएंगे, बुजुर्गों, अल्लाह उसे अपना दोस्त नहीं बनाता, उसको मरदूद बना देता है, उसको मरदूद बना देता है। अल्लाह का हम पर बड़ा करम है, ये इल्म को बतलाने वाले लोगों के साथ अल्लाह हमको बिठाया है। अगर हम बैठे हैं, हम इस इल्म को हासिल करके अगर हम अल्लाह के दोस्तों के फहरिस्त में अपने नाम को शामिल कर लेंगे, अल्लाह उन निशानियों को भी बयान कर रहा है। जो मेरा दोस्त हो जाता है वो खौफ और हुज़्न से पाक हो जाते हैं। ബഹുമാനികളെ, അല്ലാഹു തആലാക്ക് തുല്യരായി ലോകത്തൊരാളും തന്നെ ഇല്ല.
അവൻ സർവ തുല്യരെ തൊട്ടും പരിശുദ്ധനാണ് അല്ലാഹു. അവനോടൊരു സമന്മാരുമില്ല, അവനെ പോലോത്തവരാരും തന്നെ ഇല്ല. അങ്ങനത്തെ പരിശുദ്ധനായ അല്ലാഹു അവന് സുഹൃത്തുക്കളുണ്ട്, അവന് സുഹൃത്തുക്കളുണ്ട്, ദോസ്തുകളുണ്ട്, ഔലിയാക്കളുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ്. നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ നഫ്സുകളെ തൊട്ടും പരിശുദ്ധനായ ഈ ദാത്ത് അവൻ തനിക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് പറയുമ്പോൾ അവൻ തന്റെ സുഹൃത്തായി മാറ്റുന്നത് ആരെയാണ്? അവൻ ജമാദാത്തിനെയല്ല തന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞത്, നബാത്താത്തിനെയല്ല, ഇവിടുത്തെ ചെടികളെയല്ല എന്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞത്, ഇവിടുത്തെ ഹൈവാനാത്തിനെയല്ല, മൃഗങ്ങളെയല്ല എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞത്. ആരെയാണ് അല്ലാഹു തആല തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞത്? മനുഷ്യരായ നമ്മെക്കുറിച്ചാണ് അല്ലാഹു തആല അവന്റെ സുഹൃത്താണെന്ന് പറഞ്ഞത്. ബഹുമാനികളെ, അല്ലാഹു തആല മനുഷ്യരായ നമ്മെ അവന്റെ സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളേണ്ടതാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു എന്നെ അവന്റെ സുഹൃത്തായി തെരഞ്ഞെടുക്കുകയാണ്. അതിനേക്കാൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ മറ്റൊന്നില്ല. എന്നാൽ മനുഷ്യനായതുകൊണ്ട് എല്ലാ മനുഷ്യരെയും അല്ലാഹു തആല തന്റെ സുഹൃത്താക്കി മാറ്റുകയില്ല. ആ സുഹൃത്താക്കി മാറ്റാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെയാണ് അല്ലാഹു തന്റെ സുഹൃത്താക്കുക? അവർക്കുള്ള പ്രത്യേകമായ അടയാളം എന്താണ്? ഏത് അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ എത്തുമ്പോഴാണ് ഈ മനുഷ്യനെ അല്ലാഹു തന്റെ സുഹൃത്താണെന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. അല്ലാഹു തആല ആരെയാണ് സുഹൃത്താക്കുക? അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾ, അല്ലാഹുവിൽ ഈമാൻ കൊണ്ടുവന്ന ആളുകളെ അല്ലാഹു തആല അവന്റെ സുഹൃത്താക്കി മാറ്റുകയാണ്, അവന്റെ സ്വന്തക്കാരനായി മാറ്റുകയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ വിശ്വസിക്കുന്ന ആള് അള്ളാഹുവേ ഇതാ ഞാൻ നിന്റെ സുഹൃത്തായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയല്ല. നീ എന്റെ സുഹൃത്താണെന്നുള്ള വിശ്വസിക്കുമ്പോഴല്ല അള്ളാഹു അവനെ തന്റെ സുഹൃത്താക്കി മാറ്റുന്നത്. മറിച്ച് ഈ അടിമ വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ സ്വയമായി ജീവില്ലാത്തവരാണ്, ഞാൻ സ്വയമായി ജീവില്ലാത്തവനാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ സ്വയമായി അറിവില്ലാത്തവനാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ സ്വന്തമായി ഉദ്ദേശമില്ലാത്തവനാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ സ്വന്തമായി ശക്തിയില്ലാത്തവനാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ സ്വന്തമായി കാണുന്നവനോ സ്വന്തമായി കേൾക്കുന്നവനോ സ്വയമായി സംസാരിക്കുന്നവനോ അല്ല എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. താൻ ഒന്നുമല്ല, തന്റെ അടുക്കൽ ഈ വക യാതൊരു യോഗ്യതയുമില്ല എന്ന് ഈ അടിമ വിശ്വസിക്കുന്നതോടുകൂടി അവന്റെ ഉടമസ്ഥനായ അള്ളാഹു പറയുന്നു, നീ ഒന്നുമല്ലാത്തവനല്ല, നിന്നെ ഞാൻ സർവ്വതുമാക്കിയിരിക്കുന്നു, നീ എന്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. നേരെ മറിച്ച് ഞാൻ സ്വന്തമായി തന്നെ ജീവിക്കുന്നവനും സ്വന്തമായി അറിവുള്ളവനും ഞാൻ സ്വന്തമായി ഉദ്ദേശവും ശക്തിയുള്ളവനുമൊക്കെയാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിച്ച ഒരാളെ അല്ലാഹു തആല ഒരിക്കലും തന്റെ സ്നേഹിതനാക്കി മാറ്റുകയില്ല. മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ അവൻ മർദൂദായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് ബഹുമാനികളെ, അല്ലാഹു തആല ആരെയാണ് അവന്റെ സ്നേഹിതനാക്കി മാറ്റുക? ആ സ്നേഹിതനാക്കി മാറ്റുന്ന അവസ്ഥ ഈ മനുഷ്യരുടെ കൂട്ടത്തില് നാം ഏത് സമയത്ത് ഉൾക്കൊള്ളാൻ തയ്യാറായോ? ലോകത്ത് ഈ യാഥാർത്ഥ്യങ്ങളെ എത്തിക്കാൻ അതിന് ഭാഗ്യം ലഭിക്കാത്ത ധാരാളം ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയാകണമെങ്കിൽ ഒരു അടിമ എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ശരിയായ വിധത്തില് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മഹാന്മാരുമായി അല്ലാഹു തആല നമ്മളെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ബന്ധത്തിൽ നിലകൊണ്ട് അവൻ ആരെയാണ് തന്റെ വലിയാക്കി മാറ്റുന്നത്, അതിനാവശ്യമായ ഈമാനികമായ ഘടകം എന്താണ്, എങ്ങനെയാണ്, ഇത് നാം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മളെയും അവന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള പ്രത്യേകതയും അല്ലാഹു തആല പറഞ്ഞു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു തആല ഒരാളെ തന്റെ സ്നേഹിതനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അടിമക്ക് പേടി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കുകയില്ല, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുകയില്ല. बुजुर्गों और दोस्तों, अल्लाह क्या इरशाद फरमा रहा है, जो मेरा दोस्त हो जाता है उसको ना खौफ होता है ना हुज़्न होता है। आज हम मुआशरे का हाल देखे, आज हम लोगों का मामला देखे, आज आलम के मुसलमानों का, आलम के लोगों का हाल जायजा लेकर देखे, सब खौफ और हुज़्न में परेशान नजर आते हैं। इल्ला माशाअल्लाह बुजुर्गों, सब के सब खौफ और हुज़्न में परेशान नजर आते हैं। बुजुर्गों, खौफ और हुज़्न
परेशान। बुजुर्गों, ये इंसानी फितरत है, इंसानी फितरत है। इंसान जो होता है वो खौफ और हुज्न में मुब्तला होता है। क्यों? बंदा है, मौत और हयात लगा हुआ है। बुजुर्गों, हर कोई मौत और हयात से खौफ खाता है। बुजुर्गों, मौत आने वाली है, हर कोई खौफ खाता है। बुजुर्गों, अल्लाह क्या इरशाद फरमा रहा है? इंसान की फितरत तो यह है कि वो खौफ और हुज्न में मुब्तला रहता है, लेकिन मेरे कुछ ऐसे दोस्त है न उनको खौफ है न हुज्न है, न वो खौफ खाते हैं न वो रंज खाते हैं, न वो हुज्न रखते हैं। वो बेखौफ रहते हैं, बेहुज्न वो उनको मैं कर देता हूँ। बुजुर्गों, खौफ किस चीज का? मरने का। बुजुर्गों, मरने का उन्हें खौफ नहीं होता। बुजुर्गों, हमको सबको खौफ मरने का है, एक दिन हमको जाना है, खौफ है। बुजुर्गों, अल्लाह के औलिया कौन होते हैं? उनको खौफ नहीं होता जाने का, बल्कि वो तो इस राह में, इस ख्वाहिश में अपनी जिंदगी को बसर करते हैं कि काश वो दिन जल्दी मुझ पर आ जाए, जल्दी अल्लाह की बारगाह में हाजिर हो जाऊं, जल्दी अल्लाह की बारगाह में हाजिर हो जाऊं। लोग सब मौत से डरते हैं, लेकिन अल्लाह के महबूब बंदे डरते नहीं बल्कि खुश होते हैं, खुश होते हैं। बुजुर्गों, अल्लाह के महबूब बंदों की फहरिस्त में अपने नाम को शामिल करो। अगर हम अपने नाम को शामिल करेंगे, अल्लाह खौफ और हुज्न से हमको नजात दे अता फरमाएगा। ബഹുമാനികളെ, അള്ളാഹു അവന്റെ വലിയായി ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പിന്നെ ഭയമില്ല, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. നാം മനസ്സിലാക്കണം, അല്ലാഹു തആല എത്ര വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാൻ, അവരിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഭയത്തിലും സങ്കടത്തിലുമായി വേവലാതിയിലുള്ള ഒരു ജീവിതമാണ് എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ലോക മുസ്ലിങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ സർവരിലും ഭയവും ദുഃഖവും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗത്തിലാണ്, ഒരു അവസ്ഥയിലാണ് ഏവരെയും നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ അല്ലാഹു തആല മനുഷ്യരായ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ ലോകത്ത് പലരും ദുഃഖത്തിലും ഭയത്തിലുമൊക്കെ ആണെങ്കിലും എന്റെ സ്വന്തക്കാരായ ആളുകൾ, എന്റെ ഔലിയാക്കൾ, എന്റെ സ്നേഹിതന്മാർ, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ഭയമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയവും ദുഃഖവും അവന്റെ സന്തത സഹചാരിയെ പോലെ അവന്റെ പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ്. ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തമായ ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഉൾക്കൊള്ളാനേ പറ്റിയതായ ഒരു കാര്യമല്ല. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് മരണവും ജീവനും മരണവും ബന്ധപ്പെട്ട ഒരാളാണ്. ഏതൊരു ജീവിക്കുന്ന ആൾക്ക് മരണത്തിലൂടെ മുന്നേറേണ്ടതുണ്ടോ, പിന്നെ അവന് ഭയപ്പെടാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തമാവുക എന്നുള്ള ഒന്ന് ഇല്ല എങ്കിൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ എല്ലാ മനുഷ്യരെയും അങ്ങനെ കണക്കാക്കണ്ട. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ എന്റെ സ്വന്തക്കാരായ, എന്റെ ഔലിയാക്കളായ ഒരു വിഭാഗമുണ്ട്. ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഭയമുണ്ടാവുകയില്ല, നിങ്ങളെ ഒരിക്കലും ഈ ദുഃഖമെന്ന് പറയുന്നത് തൊട്ട് തീണ്ടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന് പൊതുവെ ഭയം തോന്നുന്നത് മരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഭയമാണ്. ജീവിതത്തിൽ ഏതൊരാളും സന്തോഷിച്ചുകൊണ്ടും സമാധാനിച്ചുകൊണ്ടുമാണുള്ളത്. മരണം എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും പേടിയാണ് തോന്നുക. എന്നാൽ ഇത് സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ സ്വന്തക്കാരങ്ങനെയല്ല. അവര് മരണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, ആഹ്ലാദമാണ്. ആ മരണത്തിന്റെ സമയം എപ്പോൾ എന്നിൽ വന്നാലും ശരി, ഞാൻ സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണെന്ന നിലക്ക് അതിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുക, മുഅ്മിനീങ്ങളായ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഏതൊരാളെ തന്റെ വലിയായി നിശ്ചയിച്ചോ, തെരഞ്ഞെടുത്തോ, അവർക്ക് പിന്നെ ഒരിക്കലും ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. बुजुर्गों, ये खौफ और हुज़्न से हमको पाक होना है। अल्लाह क्या इरशाद फरमा रहा है? अल्लज़ीना आमनू व कानू यत्तक़ून, वो ईमान और तक़वे के होते हैं, रखने वाले होते हैं। वो ईमान और तक़वे का इल्म हासिल करते हैं। ईमान और तक़वे का इल्म हासिल करो मरने से पहले। अगर हम ईमान और तक़वे का इल्म हासिल करेंगे, इंशाअल्लाह अल्लाह हमको खौफ और हुज़्न से पाक कर देगा। ബഹുമാനികളെ, ഈ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരായ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറാൻ സാധിക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതും ചുരുങ്ങിയ വാക്കിൽ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. അല്ലദീന ആമനൂ വ കാനൂ യത്തഖൂൻ,
ഒന്നാമതായി നാം ഈമാനുള്ളവരായി മാറുക, രണ്ടാമത്തത് തഖ്വയനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെ ഈ തഖ്വയും ഈമാനുമുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറുക. അവർക്ക് പിന്നെ ഭയവും ദുഃഖവുമില്ല. രണ്ടിൽ നിന്നും രക്ഷപ്പെട്ട ജീവിതം അള്ളാഹു തആല അവർക്ക് നൽകുന്നതാണ്. बुजुर्गों और दोस्तों, जब बंदा ईमान और तक़वा इख्तियार करता है, अल्लाह उसे खौफ और हुज़्न से पाक कर देता है। आगे फिर अल्लाह ताला उस बंदे को बशारत सुना रहा है, खुशखबरी सुना रहा है, लहुमुल बुशरा फिल हयातिद दुनिया व फिल आखिरा। अल्लाह क्या इरशाद फरमा रहा है, जो ईमान वाला होता है, जो तक़वे वाला होता है, मैं उसे खुशखबरी देता हूँ। उसको दुनिया में भी खुशखबरी है, उसको आखिरत में भी उस बंदे के लिए खुशखबरी है। बुजुर्गों, खुशखबरी अल्लाह सुना रहा है। बुजुर्गों, उस खुशी को दे रहा है, खुशी अल्लाह हमें दे रहा है। बुजुर्गों, उस खुशी से रोकने वाला कोई आज तक में पैदा नहीं हुआ है। जो ईमान वाला होता है, अल्लाह उसे खुशखबरी सुनाता है। बुजुर्गों, उस खुशखबरी से रोकने वाला कोई पैदा नहीं हुआ है। सारी दुनिया मिलके भी अगर खुशखबरी से हमें रोकना चाहे, नहीं रोक सकती। क्यों? अल्लाह हमें खुशखबरी सुनाता है। ईमान वाले को अल्लाह खुशखबरी सुनाता है। बुजुर्गों, उस खुशखबरी को सुनाने से रोकने के लिए लोग हमारे मुखालिफ हो रहे हैं। उस खुशखबरी से दूर करने के लिए कोई एक उठकर कह रहा है, कोई एक उठकर ये कह रहा है। हम ईमान न होने की वजह से खौफ और हुज़्न में मुब्तला है। बुजुर्गों, हम परेशान हैं। ईमान हासिल करो तो बुजुर्गों खौफ और हुज़्न में आने की जरूरत नहीं पड़ेगी। अल्लाह खुद उस बंदे को खुशखबरी देगा। अल्लाह खुद उस बंदे को खुशखबरी देगा। अल्लाह क्या इरशाद फरमा रहा है, दुनिया में भी उसके लिए खुशखबरी है। दुनिया में हिंदुस्तान नहीं है ऐसा नहीं मेरे दोस्त, दुनिया में हिंदुस्तान भी है। बुजुर्गों, दुनिया में केरला की सरजमीन भी है। बुजुर्गों, अगर हम ईमान और तक़वा इख्तियार करेंगे, इंशाअल्लाह अल्लाह हमारी जिंदगी में भी अल्लाह खुशी सुनाएगा, खुशखबरी सुनाएगा। खुशी की दौलत अल्लाह हमें भी अता करेगा। कोई इससे हमें नहीं रोक सकेगा मेरे दोस्त, कोई नहीं रोक सकेगा। रोकने की कोशिश की जा रही है, वो रोकने की क्या कोशिश करेंगे? वो क्या हमसे लोगों को दूर करेंगे? वो जितना दूर करेंगे, अल्लाह लोगों के दिलों में उतनी मोहब्बत डालेगा और लोग उतने हमसे करीब होंगे। बुजुर्गों, इंसान तो इंसान जो ईमान और तक़वे वाला होता है, अल्लाह खुद कुरान में बयान कर रहा है। अरे इंसान तो इंसान, जो कुत्ता जो नजीस है, उस कुत्ते को भी मैं उस इंसान का दीवाना कर देता हूँ, उस अल्लाह वाले का दीवाना कर देता हूँ। बुजुर्गों, हैवानों के भी दिलों में अगर हमारी मोहब्बत को पैदा करना है, अल्लाह के मखलूक की दिलों में हमारी मोहब्बत को पैदा करना है, अल्लाह के खुशखबरियां अगर हमको मिलना है, तो बुजुर्गों ईमान और तक़वा इख्तियार करो। यही ईमान और तक़वा बुजुर्गों अल्लाह वाले हासिल किए, जिसकी बदौलत अल्लाह उनके जिंदगियों में खुशखबरी सुनाया है, जिसकी बदौलत अल्लाह उनकी हिफाजत किया है, जिसकी बदौलत ईमान की बदौलत अल्लाह उनकी मदद किया है। देखिए असहाबे कहफ का वाक़या अल्लाह कुरान में बयान कर रहा है। बुजुर्गों, वो औलिया, उनका मुखालिफ भी बादशाह था। बुजुर्गों, उनका मुखालिफ भी बादशाह है। आज हमारे मुखालिफ भी हमारी हुकूमत है। बुजुर्गों, बादशाह ये कह रहा है इस्लाम को छोड़ो, बुजुर्गों मुझको मानो, मैं तुम्हारा खुदा हूँ। लेकिन वो लोग क्या कहते हैं, हम एक ही रब के मानने वाले हैं, उसके सिवा हम किसी को मानने वाले नहीं हैं, न उसकी में किसी को हम शरीक करने वाले हैं। जब उससे बचकर वो अल्लाह की राह में उससे छुपने के लिए जब वो निकले, अल्लाह किस किस को मददगार बनाया? उनका कुत्ते को भी अल्लाह उनका मददगार बना रहा है। बुजुर्गों, उन औलिया का मददगार अल्लाह सूरज को भी बना रहा है। उन औलिया की मदद करने के लिए अल्लाह पहाड़ को भी बनाया है। बुजुर्गों, वो बनी इसराइल के औलिया, उन पर दीन को मुकम्मल नहीं किया, अल्लाह हम गुलामान मोहम्मदुर रसूलुल्लाह पर दीन को मुकम्मल किया है। उन पर जब दीन मुकम्मल नहीं हुआ तो उन औलिया का ये मकाम, अगर अल्लाह हमको जो दीन अता किया है ये मामूली दीन नहीं, बुजुर्गों ये मुकम्मल दीन हमको अता किया है। जब मुकम्मल दीन हमको अता किया है, हम भी ईमान वाले बने, इंशाअल्लाह अल्लाह की नुसरत मदद हम पर भी आएगी। ബഹുമാനികളെ, ഏതൊരാള് ഈമാനിന്റെ വക്താവായി മാറുന്നോ, മുത്തഖിയായ ജീവിതം നയിക്കുന്ന തഖ്വയുള്ളവനായി മാറുന്നോ,
അല്ലാഹു തആല അവരെ നിർഭയരാക്കുകയാണ്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവരെന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈമാനും തഖ്വയുമുള്ള ഈ ആളുകളെ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ഈ ദുനിയവിയായ ജീവിതത്തിലും സന്തോഷവും പൊലിവുകളുമാണ്, ആഖിറ ജീവിതത്തിലും അവർക്ക് സന്തോഷവും പൊലിവുമാണ്. നാം മനസ്സിലാക്കണം, അല്ലാഹു തആല ഏതൊരു അടിമക്ക് ദുനിയാവിൽ വെച്ച് ദുനിയാവിന്റെ ജീവിതത്തിൽ അവനക്ക് സന്തോഷമാണ്, അവനക്ക് പൊലിവുകളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഏതൊരാൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചോ അവന്റെ ആ സന്തോഷത്തെ അവന് തട്ടിയെടുക്കാൻ ലോകത്ത് ആർക്കാണ് സാധിക്കുക? ഒരാൾ ഈമാനുള്ളവനായി മാറിയാൽ, മുത്തഖിയായി മാറിയാൽ, ലോകത്തിന്റെ സൃഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹുവാണ് പറയുന്നത്, അവന് ദുനിയാവിൽ അവന് സന്തോഷമാണ്, അവന് ബുശ്റയാണ്, അവന് അള്ളാഹു സന്തോഷം നൽകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവന്റെ സന്തോഷം നഷ്ടപ്പെടണമെന്ന് ഈ ലോകത്തുള്ള സർവ്വരും ഒന്നടങ്കം ഉദ്ദേശിച്ചാലും ശരി, ആ മനുഷ്യനിൽ നിന്ന് സന്തോഷത്തെ തട്ടിയെടുക്കാൻ ലോകത്തുള്ള സർവ്വരും ഉദ്ദേശിച്ചാലും കഴിയുകയില്ല. കാരണം അള്ളാഹു തആലയാണ് അവന് സന്തോഷവാനാണ്, അവൻ ഞാൻ സന്തോഷം നൽകാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ സന്തോഷം നീക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഈമാനും തഖ്വയുമുള്ളവരായി മാറുക. ഈമാനും തഖ്വയുമുള്ളവനായി കഴിഞ്ഞാൽ അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ ലഹുമുൽ ബുശ്റാ, ഇതാ നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഇതിലപ്പുറമൊന്നും നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങൾ ഏത് രംഗത്തായാലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അല്ലാഹു തആല പറയുന്ന വാക്യം നിങ്ങൾ നോക്കൂ, മരിച്ചതിന് ശേഷം മാത്രം സന്തോഷം എന്നല്ല, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ, നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നാം മനസ്സിലാക്കണം, ദുനിയാവിൽ അല്ലാഹു തആല സന്തോഷം എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ദുനിയാവിൽപ്പെട്ട തന്നെയാണ്, ഈ കേരളം എന്ന് പറയുന്നതും ഈ ദുനിയാവിൽപ്പെട്ട തന്നെയാണ്. അപ്പൊ ഈ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ, ഈ കേരളത്തിലുള്ളവരാണെങ്കിൽ, നാം എവിടെയാണോ ജീവിക്കുന്നതെങ്കിൽ അവിടെ അല്ലാഹു തആല നമുക്ക് സന്തോഷം നൽകാമെന്നാണ് ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ മറ്റാരെങ്കിലും ഭയപ്പെടുത്തുമ്പോൾ, മറ്റാരെങ്കിലും നമ്മളെ ബേജാറാക്കുമ്പോൾ നാം ബേജാറാകുന്നതും ഭയപ്പെടുന്നതും എന്തിന്റെ പേരിലാണ്? അല്ലാഹു തആല ഏതൊരു വിഭാഗത്തിന് സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞോ ആ വിഭാഗത്തിന് ആവശ്യമായ ഈമാനും തഖ്വയും നേടാൻ നമ്മൾ പരിശ്രമിച്ചില്ല. അതിൽ നാം വിമുഖത കാണിച്ചതിന്റെ പേരിലാണ് ഇന്ന് നാം ഭയപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരെ മറിച്ച് അല്ലാഹു തആല ഏതൊരു കൽപ്പന കൊണ്ട് ഏതൊരു കൽപ്പന നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടോ, നിങ്ങൾ ഈമാനുള്ളവരായി മാറുക, തഖ്വയുള്ളവരായി മാറുക. ഈ കൽപ്പന നാം പാലിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇന്നും നമ്മളോടൊപ്പം ഉണ്ട്, ലഹുമുൽ ബുശ്റാ, നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളെ സന്തോഷത്തെ എടുത്തു കളയാൻ ലോകത്താർക്കും തന്നെ സാധ്യമാവുകയില്ല. അങ്ങനെ ഈ ഈമാനികമായ അവസ്ഥ ഒരാൾ നേടിക്കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹു ഒരാളെ സ്വന്തക്കാരനാക്കി മാറ്റിയാൽ, പിന്നെ ലോകത്ത് ആരൊക്കെ നിങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാലും, നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിച്ചാലും, അവരെ മനസ്സുകളെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കീഴ്പ്പെട്ടതായ അവസ്ഥ അള്ളാഹു തആല അവരിൽ ഉണ്ടാക്കി തീർക്കുന്നതാണ്. മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാണ്? മൃഗങ്ങളുടെ വരെ ഹൃദയങ്ങളിൽ അള്ളാഹു തആല അവർക്ക് വേണ്ടി സ്നേഹവും അവർക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയും അള്ളാഹു തആല ഉണ്ടാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ ബനീ ഇസ്രായേലിൽപ്പെട്ട ഔലിയാക്കളാണ്. അവർ ചെയ്ത കാര്യം എന്താണ്? അവരുടെ റബ്ബിൽ അവർ ശക്തമായ നിലയ്ക്ക് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റാൻ ശ്രമിച്ചതും ആ കാലത്തെ ഭരണാധികാരി തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഞാനാണ് നിങ്ങളെ പരിപാലകൻ എന്ന് പറയുന്ന രംഗത്തേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചവരാണ്, അവനല്ലാതെ മറ്റൊരു റബ്ബിനെയും നമ്മൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾ അവനോടൊപ്പം മറ്റൊരാളെയും പങ്കുചേർക്കാൻ തയ്യാറല്ല എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ മഹാന്മാർ അങ്ങനെ പ്രഖ്യാപിച്ചവർ നിലകൊണ്ടപ്പോൾ അല്ലാഹു തആല ആ ഭരണാധികാരി അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? ആ സഹാബുൽ കഹ്ഫിന്റെ ആളുകളെ അവരുടെ ഭരണാധികാരി ഭയപ്പെടുത്തിയെങ്കിൽ നമ്മളെയും ഇന്ന് ഭരണാധികാരികൾ ഒരു പക്ഷേ ഭയപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. ആരെങ്കിലും എവിടെയെങ്കിലും ഒന്നുകൊണ്ട് ഒരു ശബ്ദമുയർത്തുമ്പോൾ നമ്മൾ പേടിച്ചു പോവുകയാണ്, ഭയപ്പെടുകയാണ്. എന്നാൽ ഈമാൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ഈമാൻ നമ്മൾ ഉറച്ചു നിന്നാൽ എത്ര കഠിന മനസ്സുള്ളവനാണെങ്കിലും ശരി, അവന്റെ മനസ്സിനെ മയമാക്കാൻ അല്ലാഹു തആലക്ക് സാധ്യമാകുന്നതാണ്. നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറണം. ഈ ബനീ ഇസ്രായേലിലെ ഈ ആളുകളെ
അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ മനുഷ്യരുടെ അല്ല, നായ പട്ടിയുടെ വരെ ഹൃദയത്തെ അവർക്ക് വേണ്ടി അള്ളാഹു തആല മയമാക്കി കൊടുത്തു. അവരെ സഹായിക്കാൻ അവരോടൊപ്പം അവരുടെ ചങ്ങാതിയായിക്കൊണ്ട് നായ കൂടുകയാണ്. ഒരു നായ കൊണ്ട് മാത്രമല്ല, ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹു തആല അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ അള്ളാഹു തആല അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ഈ മലയെ തന്നെ, പർവ്വതത്തെ തന്നെ, അതിന്റെ ഗുഹയെ പോലും അള്ളാഹു തആല അവർക്ക് വേണ്ടി അവരുടെ സഹായത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തു. ഇങ്ങനെ മൃഗത്തെയും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യനെയും പർവ്വതത്തെ വരെ അള്ളാഹു തആല അവന്റെ സ്വന്തക്കാരായ ആളുകൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ആർക്ക്? ബനി ഇസ്രായേലിലെ ഔലിയാക്കൾക്ക്. ബനി ഇസ്രായേൽക്കാർ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ദീന് ലഭിച്ചവരെല്ലാവരും, അവർക്ക് പൂർണ്ണമായ ദീൻ ലഭിച്ചിട്ടില്ല. അള്ളാഹു തആല സമ്പൂർണമായ ദീൻ നൽകപ്പെട്ടവരാണ് നാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മൾ. ആ ബനി ഇസ്രായേലിലെ ആളുകൾ ഈമാനുള്ളവരായി മാറിയപ്പോൾ അവർക്ക് ഈ വിധത്തിൽ അവരുടെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു തആല സഹായം ചെയ്തെങ്കിൽ നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായികളാണ്. നാം നമ്മുടെ ഈമാനിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ തയ്യാറായാൽ എങ്ങനെയുള്ള സഹായങ്ങൾ അള്ളാഹു തആല നമ്മളോട് ബന്ധപ്പെടുത്തുന്നതാണ്. അതിന്റെ പേരിലാണ് അള്ളാഹു തആല പറഞ്ഞത്, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. തഖ്വയും ഈമാനുമുള്ള ആളുകൾക്ക് ദുനിയാവിന്റെ ജീവിതത്തിലും സന്തോഷമാണ്, ആഖിറ ജീവിതത്തിലും അവർക്ക് പൊലിവും സന്തോഷവും മാത്രമാണ്. अल्लाह से दुआ है जो भी हम सुन रहे हैं, कह रहे हैं, उसको सही